ഹായ് ഗൈസ്, ഞാൻ ഇന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. 1 കിലോ ചിക്കനാണ് ഇതിലോട്ട് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് സവാള നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്, പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്, തക്കാളി നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിനുശേഷം ചിക്കനിലേക്ക് ആവശ്യമായ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുകൂടാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കസ്തൂരി മേത്തി ഒന്ന് കശക്കി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മേത്തി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കേട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തൈര്. അത് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കൈ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്ത് 1 മണിക്കൂർ ചിക്കൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ച് കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ലാത്തവർക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാവുന്നതാണ്. പാൻ നന്നായി ചൂടായതിനു ശേഷം ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ജീരകവും ചേർത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൻ നന്നായി ചൂടായതിനു ശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സവാള ആഡ് ചെയ്ത് ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. സവാള പെട്ടെന്ന് വഴണ്ടു വരാനും അതിലെ വെള്ളം ഇറന്നു പോകാനും വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കനിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാള ഒന്ന് വഴണ്ടു വരുന്നതാണ്. അതിനുശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക്, തക്കാളി ആഡ് ചെയ്ത് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നിങ്ങൾക്ക് ചതച്ചത് യൂസ് ചെയ്യാം. ഞാനിവിടെ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഒരു സ്ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്ലോ കുക്കിംഗ് ചെയ്യുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടും. അത് നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കനും ഈ മസാലയും നന്നായി മിക്സ് ചെയ്ത്, നമ്മൾ വെള്ളമൊന്നും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നന്നായി മസാല എല്ലാം ഇതിലോട്ട് പിടിക്കുന്ന രീതിയിൽ, ഈ സവാളയിലോട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. കാരണം ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല, വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. വെള്ളം കുറച്ച് നേരം കുക്ക് ചെയ്യുമ്പോൾ ഇതിലോട്ട് ഇറങ്ങുന്നതാണ്. സ്ലോ കുക്കാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15-20 മിനിറ്റ് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് വിത്ത് കേരള, അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള എൻ്റെ തന്നെ ഒരു റെസിപ്പിയാണ്. എനിക്ക് കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കുക്ക് ചെയ്ത് ഓരോ ഐറ്റംസ് പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഒന്ന് വെള്ളമൊക്കെ വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ചുകൂടെ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതിലോട്ട് ഞാൻ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും ക്രീംനെസ്സും കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ആ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ആ തിക്കായിട്ട് വരുന്നത് വരെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിൽ ഇട്ടരുത്. എത്രയും ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ചിക്കൻ റോസ്റ്റായി ഒന്ന് മൊരിഞ്ഞു വരുന്നോ അത്രയും ചിക്കൻ കറിക്ക് ആ ടേസ്റ്റ് കൂടും. അങ്ങനെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. പാനിൽ നന്നായി വഴറ്റിയെടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുക്കുന്നത്. കൈയിളക്കാതെ ഇടയ്ക്ക് വഴറ്റി കൊടുക്കുക. ചിക്കൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കാരണം ഭയങ്കര സോഫ്റ്റും ജ്യൂസി ആയിട്ട് വരുന്ന ചിക്കനാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ പ്രഷർ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇത് ഒന്ന് ചിക്കൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതിലോട്ട് മല്ലിയില മുകളിലോട്ട്, അത് കുറച്ച് നിങ്ങളുടെ അളവിനനുസരിച്ച്, മല്ലിയില ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് അധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. സോ ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ റൈസിന്റെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റൈസിന്റെ കൂടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.